രാഷ്ട്രീയക്കാർ വിദ്യാർത്ഥികളെ വെച്ച് മുതലെടുത്തോണ്ടിരിക്കുക. ഇപ്പൊ കാണുന്ന പൊളിറ്റിക്സ് ഒന്ന് അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. കല്ലെറിയാൻ 5 പേരുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാവുന്ന രീതി അല്ലാതെ ആരും അതിന്റെ ഐഡിയോളജി ഒന്നും കണ്ട് ഫോളോ ചെയ്യുന്നവരല്ല. നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട്, മോശമായിട്ടും തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയം പൊതുവെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഭയങ്കര ബാഡായിട്ടുള്ള സംഭവമാണ്. നാളെയുടെ തലമുറകളെ വാർത്തെടുക്കേണ്ട കലാലയങ്ങളെ രാഷ്ട്രീയം പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുടെ പഠനത്തെ സാരമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കലാലയങ്ങളെ പാർട്ടി ഓഫീസ് ആക്കുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നല്ലതാണ്, പക്ഷെ ഈ വരുന്ന വിദ്യാർത്ഥികൾ എത്ര പേര് ആ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നതാണ്. അവരെല്ലാവരും ഒരു മാസിൻ്റെ കൂടാൻ വേണ്ടി നിൽക്കുന്നു. കല്ലെറിയാൻ 5 പേരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാവുന്ന രീതി അല്ലാതെ ആരും അതിൻ്റെ ഐഡിയോളജി ഒന്നും കണ്ട് ഫോളോ ചെയ്യുന്നവരല്ല. അപ്പം കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്ത് വരുന്ന പിള്ളേർക്കായിരിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ആവശ്യമില്ലെന്ന് എനിക്കൊന്ന്. പിള്ളേർ പഠിക്കണ്ടേ, പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ. രാഷ്ട്രീയം വേണം, എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നല്ലതിന് വേണ്ടി രാഷ്ട്രീയക്കാർ വരണം, അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കാനും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഒരു യൂണിയനിലുണ്ടെന്നും പറഞ്ഞ് ആരെയും ഉപദ്രവിക്കാനോ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഇങ്ങനെ ഒന്ന് ടോർച്ചർ ചെയ്യാനോ അതൊന്നും നടത്തി കൊടുക്കാൻ പാടില്ല. ആരും അതിനുവേണ്ടി ഈ പാർട്ടിയിൽ ആരും പോകാനും പാടില്ല. അതൊന്നും വേണ്ട, അതൊക്കെ നല്ല കാര്യങ്ങളല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നന്നായിട്ട് തോന്നുന്നത് 2 രീതിയിൽ എടുക്കാല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കേണ്ടി വരില്ല. പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഇപ്പം ഞങ്ങളുടെ കോളേജിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പല കോളേജിലും ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കണം, അല്ലാണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട്, മോശമായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു യൂണിയനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കോളേജിലത്തെ നമ്മളെ സ്റ്റുഡൻസിൻ്റെ ആവശ്യങ്ങൾ സാധിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഞങ്ങളുടെ കോളേജിൽ ഇല്ലാത്തത് അത് ഒരു കുറവായി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ കാരണം കോളേജിൽ ഉണ്ടാകുന്ന കലാപങ്ങളും അതിനോടൊക്കെ താല്പര്യമില്ല. സിറ്റുവേഷനിൽ അങ്ങനെയല്ല. ഞാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പഠിച്ച SM കോളേജിലാണ്, കുമരകം. പക്ഷേ ഇപ്പോൾ നടക്കുന്ന രീതി വേറെ ഒരു നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, പക്ഷെ അവർ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ കാണുന്ന പൊളിറ്റിക്സ് ഒന്ന് അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. എല്ലാം അടിച്ചേൽപ്പിക്കുന്ന പോലെ. അത് നല്ലൊരു നയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോളേജ് ആവശ്യം DYFI SFIയുടെ പ്രവർത്തനം നല്ല അടിപൊളി പ്രവർത്തനമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ക്യാമ്പസ് ബേസിലെല്ലാം DYFI SFIയും ചെയ്യുന്നുണ്ട്. ഗുണമല്ലേ ഉണ്ടാകുന്നത്? എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കാണുമല്ലോ, ബസ് തടയാനും എന്തോ അതിനാണെങ്കിലും. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സമരമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ സമരത്തിനൊക്കെ നിന്നിട്ടുള്ളതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേണ്ട എന്നുള്ളൊരു ഇതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ വിദ്യാർത്ഥികളെ വെച്ച് മുതലെടുത്തോണ്ടിരിക്കുക. പിന്നെ അതുമല്ല, ഈ സ്കൂളുകളിലാണെങ്കിലും കാലത്തെ പ്രയർ അത് മതം ആയിട്ടുള്ള ഇതായിട്ടാണ് ഓരോ പ്രയർ രാവിലെ തുടങ്ങണത്. അതും പിന്നെ പിള്ളേർ രാഷ്ട്രീയപരമായിട്ട് പിന്നെ മയക്കുമരുന്ന് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ പയ്യനെ കൊന്നത്. അത് രാഷ്ട്രീയം ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പൊതുവെ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.